ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോയാലോ? എൻ്റെ കൂടെ കൂട്ടിന് ഒരാളും കൂടെ ഉണ്ടേ. ചേച്ചിയുടെ മോളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ രണ്ടും കൂടെ നടന്നാ പോണേ. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. കുറേ ദൂരം ഉണ്ടുണ്ട്. അവിടുത്തെ സംസാരിച്ചാണ് നടന്നത്. ഓക്കെ, കാണുന്ന കണ്ണാടിയും പൂക്കളും എല്ലാത്തിലും പോയി നോക്കും. പൂക്കളാണെങ്കിൽ പറിക്കുക, കണ്ണാടിയാണെങ്കിൽ നോക്കുക. പോണ വഴി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്ന. നമുക്ക് വിഷുവിൻ്റെ സമയമാകുമ്പോൾ ഇതൊന്നും കാണത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ റോട്ടിൽ കാണുന്ന ചെടികളെല്ലാം അവർക്ക് വേണം. കുഞ്ഞു കുഞ്ഞു പൂക്കൾ കാണുമ്പോൾ അതെല്ലാം പറിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് വെള്ളം വയ്ക്കും. പിന്നെ അതിനെയൊക്കെ പറിച്ചു കൊടുത്തു, കൂടെ കൊണ്ടുപോകും. അങ്ങനെ പൂക്കളെല്ലാം പറിച്ചു കൊടുത്തു, കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ എടുത്തു. വഴി നീളെ ഈ പൂവുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അവൾ പൂവുണ്ടപ്പോഴേ പറിക്കാൻ തുടങ്ങി. ഒരു ഫോട്ടോ എടുക്കാൻ നിന്ന് തരുമെന്ന് ചോദിച്ചപ്പോൾ നിൽക്കണ വേലത്തരം അതൊക്കെ കാണിക്കണേ. ആദ്യം അറിയാതെ ഒരു പൂ പറിച്ചു കൊടുത്തേ, ഇങ്ങനെ വെച്ചിട്ട് മൂതാൻ പറ്റും. പിന്നെ റോഡ് നീളം ആ പൂ കാണുമ്പോൾ പൂ പറിക്കണം എന്ന് വിളിയ. അങ്ങനെ ഞങ്ങൾ നടന്ന് താഴെ ജംഗ്ഷൻ്റെ അവിടെ എത്തി. ജംഗ്ഷൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു പാർട്ടിയുടെ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടു. പതുക്കെ റോഡ് ക്ലോസ് ചെയ്തു. അപ്പുറത്തെത്തി. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് കിട്ടി. ഇത്തവണ ബസ് എന്താണെന്നല്ലോ, കറങ്ങി ചുറ്റി പോണ ബസ്സായിരുന്നു. ആദ്യം അത് കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല. ബസ് ആദ്യം വന്നല്ലോ എന്നും പറഞ്ഞിട്ട് ബസ്സിൽ ചാടി കയറിയതിന് ശേഷമാണ് ഇതെല്ലായിടും കറങ്ങി മാത്രമേ തമ്പാനൂർ എത്തുള്ളൂ എന്നറിഞ്ഞു. പിന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പം എത്തും. ഒരു 10-20 മിനിറ്റ് തമ്പാനൂർ എത്തുന്ന ഞാൻ ഇത്തവണ അരമണിക്കൂർ കഴിഞ്ഞു തമ്പാനൂരെത്താൻ. അരമണിക്കൂറല്ല, 3/4 മണിക്കൂർ അടുപ്പിച്ചായി. ഏതൊക്കെ വഴി പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ കണ്ടു. ഇങ്ങനെ അങ്ങ് പോയാണ്. നിയമസഭയുടെ ഫ്രണ്ടിൽ കൂടെ ഞാൻ പോയിട്ടില്ല കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് നിയമസഭയുടെ ഫ്രണ്ടിൽ പോണേ. പിന്നെ കുറച്ച് കഴിഞ്ഞു തമ്പാനൂരെത്തി. തമ്പാനൂർ കുറേ സമയം വെയിറ്റ് ചെയ്തു. അടുത്ത ബസ് കിട്ടി. ബസ്സിൽ എനിക്ക് നിൽക്കേണ്ടി വന്നു. ഞാനും കുഞ്ഞും കുറേ സമയം നിന്നു. എന്നിട്ട് അവൾക്കൊരു സീറ്റ് കിട്ടി. അവളെ പിടിച്ചവിടെ ഇരുത്തി. അതിനുശേഷം കാട്ടാക്കട എത്തി. പിന്നെ കാട്ടാക്കടയിൽ നിന്ന് ബസ് കയറി. എല്ലാം പെട്ടെന്ന് കാണിക്കുന്നു എന്ന് വെച്ചതൊക്കെ പെട്ടെന്ന് കിട്ടിയതല്ല കേട്ടോ. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കിട്ടിയത്. അങ്ങനെ കാട്ടാക്കടയിൽ നിന്ന് വീട്ടിലോട്ട് പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.